മനസമാധാനം തേടിയുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എങ്ങോട്ടാണോ ആദ്യം ഡൽഹി. യെസ്, നമ്മളെ ബസ് എത്തിയിരിക്കുന്നു. സമയം രാവിലെ 6 മണിയായി തോന്നുന്നു. ബാ, നമുക്ക് ചായ അടിക്കാൻ പോവാം. തണുപ്പ് കുറവാ അല്ലേ? അതെ, ഫോൺ വരയ്ക്കുന്നത് തണുത്തിട്ടല്ല കേട്ടോ. ചായക്കടക്കാരാ, നിങ്ങളുടെ ചായയില് മധുരമില്ല. പക്ഷെ നല്ല മധുരമുണ്ട്. ഓ, വല്ലാത്ത മധുരം. കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചേക്കുന്നേ. കൊള്ളാം, നല്ല ചായ. നമ്മളെ മുട്ടയാണ് അടിച്ചോണ്ടിരിക്കുന്നത്. മുട്ട അടിച്ചോണ്ടിരിക്കുന്നതാ അഖിലേഷേ, പറ എന്താ പരിപാടി? ഞമ്മ പോന്ന് കേട്ടാ, ഞമ്മ പോന്ന് ഇന്റർസ്റ്റെല്ലാർ കാണാൻ ഐമാക്സില്. നിങ്ങ കണ്ട ഡൽഹി കണ്ട് കറങ്ങ്. ആയിക്കോട്ടെ. ആ, ഇന്റർസ്റ്റെല്ലാർ മൂഡ്, കിളി മൂഡ്. ശരിയാണല്ലോ, ഇയാൾ കരിമ്പ് യൂസിലാണോ? അല്ലേ ഞാൻ പറഞ്ഞേ. ബ്രെഡും ഉണ്ടാ? അഖിലേ, രാവിലെ തന്നെ മുണുങ്ങുന്നുണ്ടല്ലോ. ജീവിതം എന്ന മഹാനൗകയിലൂടെ നടന്നു പോകുമ്പോൾ ഇടയ്ക്കുള്ള ഡിപ്രഷൻസ് മാറാനായിട്ടുള്ള യാത്രകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതികഠിനമായ അക്കാദമിക് ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടുക, വഴിമുട്ടി നിൽക്കുമ്പോൾ, ജീവിതം മടുക്കുമ്പോൾ, റിഫ്രഷിങ്, റീലോഡിങ്, റിട്രീവിങ്, അതാണ് ഇപ്പൊ നമ്മൾ നടത്താൻ പോകുന്നത്. എന്തോ എന്തല്ലേ ജീവിതത്തിന്റെ ഓരോ പോക്കേ. എങ്ങനെ ജീവിക്കേണ്ടവരാ? പാടത്തും വരമ്പത്തും ചളിയും കൊണ്ട് നടന്ന് കൃഷിയും ചെയ്ത് ആടിന്റെ പശുവിന്റെ ഒക്കെ പുറകെ ഓടേണ്ട നമ്മളാ. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? എന്ത് ചെയ്തത് അഖിലേഷേ? ഓ, ഇതാണോ ആട് ജീവിതം? അല്ല, പട്ടി ജീവിതം. ഇതിനേക്കാൾ നല്ലത് ആട് ജീവിതം. അതേ, തിരക്ക് മടുത്തു. നമ്മള് ഡൽഹി ISBT സാധനങ്ങൾ വെക്കാൻ വന്നയാ. ISBT ഒക്കെ ക്ലോക്ക് റൂമിലാണ്ട് ഡിസൈൻ ചെയ്യോ? അല്ല, നമ്മളെ പൂക്കി സുഹേലിന്റെ വാക്ക് കേട്ടോ വന്നേ. പൂക്കി സുഹേല് പറഞ്ഞു ഇവിടെ ബാഗ് വെക്കാൻ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ടല്ല ലഗേജ് ഒക്കെ ആയിട്ട് വന്നേ. നോക്കുമ്പോ ഡൽഹി ISBT ഒരു താങ്ക് യു ഇല്ല. അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് നോക്ക്, ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചു ഇല്ല, ക്ലോക്ക് റൂം ഇല്ല. ഇനിയിപ്പോ ലഗേജ് എടുത്ത് നടക്കണം ഒരു ദിവസം മൊത്തം. നെഹ്റു പ്ലേസിലാണ് തിയേറ്റർ നമ്മളെ IMAX ഉള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ IMAXിൽ കയറാൻ വന്നേ, അതും ഇന്റർസ്റ്റെല്ലാർ ഇട്ടാ. എത്ര നാളത്തെ കാത്തിരിപ്പാണ്. ത്രില്ഡ്. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട് മെട്രോ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി. ഇതാണ് നമ്മളെ പുതിയ ആർക്കിടെക്ട് കേട്ടോ, സീനിയർ ആർക്കിടെക്ട്, ഇമ്പോർട്ടഡ് ഫ്രം അങ്കമാലി. യെസ്, സ്ഥലം ഇന്റേൺഷിപ്പ് ചെയ്ത സ്ഥലത്തില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ആളുടെ ഒരു വൈബ് എന്താ നല്ല സൂപ്പറായി ആയിരിക്കും. നെഹ്റു പ്ലേസ് എത്തിയേ. നല്ല വൃത്തിയുള്ള മെട്രോ അല്ലേ, സൂപ്പർ മെട്രോ. എന്ത് നല്ല പ്രഭാതം. അതെല്ലേ, നേരം പലർക്കണ്. സൂര്യന്റെ അഗാധമായ വെളിച്ചം അവിടെ തട്ടിത്തെറിച്ചു കാണാൻ പറ്റും. ഇതെന്തൊരു ബിൽഡിംഗ് ഇത്! അണ്ണേ, കാർപ്പറേറ്റിലെത്തിയടാ. ഡൽഹി കാർപ്പറേറ്റിലെത്തി അണ്ണേ. നമ്മളപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. നല്ല മരം. ഡൽഹിയുടെ തെരുവീതികളിലൂടെ നമ്മൾ അന്തമില്ലാണ്ട് നടക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു ചായക്കട പോയിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. പട്ടിക്കുഞ്ഞുണ്ട്. നോക്ക്, വളരെ വിജനമായി കിടക്കുന്ന, നിശ്ചലമായി കിടക്കുന്ന ഡൽഹി തെരുവുകൾ. നമ്മൾ നേരെ ഐനോക്സിലേക്കാണ് പോകുന്നത്. ഐനോക്സ് പോയിട്ട് ടിക്കറ്റ് എടുത്തടാ. നോക്കുന്നുണ്ടായിരുന്നല്ല, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പേട്ട് ചക്കൻ അഖിലേഷ് CV.
രാവിലെ 7-7:30 സമയത്തുള്ള ഡൽഹിയുടെ കടകൾ തുറക്കുന്ന സമയമാണത്. എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ. ക്ലീനിങ്, കുക്കിംഗ്, 9 മണിക്ക് ഉറക്കമുള്ളൂ. 9 മണിക്ക് ഫുഡിന്റെ സ്ഥലമൊക്കെ തുറക്കുള്ളൂ. ഹൈ, ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ട, പൂരി, ചന. കൊള്ളാം. രസമുണ്ട്. നമ്മളെത്തിയിരിക്കുന്നു. എവിടെ എത്തി? ഐമാക്സ് സിനിപ്പൊളിശേ. ഐമാക്സ് ഒരു ടിക്കറ്റ് കിട്ടാനുള്ള കഷ്ടപ്പാടുണ്ടോ? ഇവര് തുറക്കുന്നില്ല. രാവിലെ ഒരു കട തുറന്നൂടെ? രാവിലെ ആയിട്ടും എത്ര നേരമായി ഇങ്ങനെ അടച്ചു പൂട്ടിച്ചേക്ക. ഐമാക്സ് എത്തിയിരിക്കുന്നത്. അങ്ങനെ അവസാനം ഐമാക്സ് കയറിയിരിക്കുന്നു. ഏത് നിറച്ചു ഹൗസ്ഫുൾ ആണല്ലോ. ഹൗസ്ഫുള്ള്. വിഷയം ഞാൻ ഫസ്റ്റ് ഹാഫ് ഫുള്ള് അറിയാം. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഫുള്ള് അറിയാം. വെച്ചാൽ ഉറക്കം വന്നു തുടങ്ങിയപ്പോഴാ സിനിമ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് ഉറങ്ങാണ്ടിരുന്ന് കണ്ടു മോനെ. വിഷയം ഓരോ സാധനങ്ങൾ സെക്കൻഡ് ഹാഫിൽ അടിച്ചു വിഷയം ഫീൽ ചെയ്യുന്നു. ഇങ്ങോട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മളതിലേക്ക് ഇറങ്ങിപ്പോയി. എന്തായാലും നന്നായി. എല്ലാരും കാണുക. ലാഭം നമുക്ക് 200 കിട്ടി ടിക്കറ്റ്സ് ഐമാക്സ്. അപ്പം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബൈ. നമുക്ക് നമ്മൾ രാവിലെ വളരെ ശൂന്യമായി കണ്ട സ്ഥലം ഉച്ചയായപ്പോഴത്തേക്കും ഫുൾ ഹാപ്പനിങ്. ഒരു നായനെ പോലും അങ്ങനെ അടിച്ചോണ്ട് പോവില്ല നമ്മടാ. അങ്ങനെ ആകുമ്പോ അടുത്ത കള്ളം ബ്ലോഗ് എടുക്കണോ അല്ലേ? കണ്ടിന്യൂ കള്ളം പിടിച്ചിട്ട് അത് വിളിക്കും. നമ്മ ഫുഡ് കഴിക്കാൻ വന്ന ഫുഡ് കഴിക്കാൻ നമ്മളെ കൊണ്ടുപോന്നെ വിജയനഗറിലെത്തി. ഐശ്വര്യമായിട്ട് നമുക്കൊരു കരിമീൻ ജ്യൂസിൽ തുടങ്ങാം. ഏതാ? ഈ നാട്ടിൽ ഫുള്ള് മലയാളീസ് കേട്ടോ. ഇവിടെ നിന്ന് മലയാളത്തിലൊന്നും തെറിയോന്ന് പറയാൻ പറ്റില്ല. അടി എവിടെ നിന്ന് കിട്ടുന്ന അറിയോ? അടി അപ്പൊ കിട്ടും, സ്പോട്ടിൽ കിട്ടും. ഫുൾ മലയാളി. 10 അല്ലതേനെ. ഇങ്ങതാ നോട്ടെ. ജയ്പൂരത്തെയാണോ നമ്മളെയാണോ നോക്കട്ടെ. രസം. ഇത് നമ്മളെ നാട്ടിൽ കിട്ടുന്നൊരു വൈബൊക്കെ ഉണ്ട്. നമ്മൾ ഡൽഹിയിൽ നിന്ന് മണാലിക്ക് കയറാണ്. ഒരു സമയം ഏകദേശം രാത്രി 9 മണിയായി. ഡൽഹി ടു മണാലി. ബസ്സെത്തി. നാളെ രാവിലെ നല്ല മഞ്ഞ്. നാളെ രാവിലെ നമ്മൾ മഞ്ഞിലായിരിക്കും നമ്മുടെ പ്രഭാതം തുടങ്ങുന്നത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആക്കാം. നമ്മളത് ക്ഷമിച്ചിരിക്കുന്നു. നമുക്ക് റൂമിൽ ഫ്രണ്ടിന്റെ റൂം കിട്ടി. അപ്പോൾ ജസ്റ്റ് റെസ്റ്റ് എടുക്കാനൊക്കെ സമയം കിട്ടി. അതല്ലേ പറഞ്ഞ പോലെ നാളെ മണാലി എത്തിക്കണം. ബൈ. നമ്മള് ബസ് കയറി കിടന്നുറങ്ങാറ്റെ. നാളെ രാവിലെ 10 മണി കിടന്നുറങ്ങാം. ഐ എം സോ എക്സൈറ്റഡ്. കിടന്നുറങ്ങുന്നതില് രാവിലെ 10 മണി വരെ കിടന്നുറങ്ങാം സുഖമായിട്ട്. നമുക്ക് കാലൊക്കെ നീട്ടി വെക്കാൻ പറ്റുന്ന റിക്ലൈനർ സീറ്റാണുള്ളത്. സെറ്റപ്പ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ബസ് നമ്മള് പെട്രോൾ അടിക്കാൻ കയറുക. നമ്മളെ സ്വന്തം ബസ്സരാ. മണാലി ട്രിപ്പ് ടു മണാലി, പാൽ ട്രാവൽസ്. കൊള്ളാം, നല്ല സുഖമുണ്ട് ബസ്. നമ്മൾ ആൽഫിക്കുട്ടൻ കുറച്ച് സ്നാക്സ് വാങ്ങാൻ അവിടെ ഒരു കടയിൽ പോയി. എനിക്ക് തോന്നുന്നു നാളെ ഒരു 10-11 മണിയൊക്കെ ആവും തോന്നുന്നു മണാലി എത്തിയിട്ട്. മണാലി നമ്മൾ ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ട് സുഹേലും ബാക്കിയുള്ളവരൊക്കെ നാളെ എത്തുകയുള്ളൂ. നൈറ്റ് ഡൽഹിക്ക് കയറി അവന്മാർ ഒരു ദിവസം ഡിലേ ആയിട്ട് വരും. അപ്പോൾ അവന്മാരും കൂടി വന്ന്
മണാലിയിൽ നമ്മളെല്ലാവരും കൂടി ജോയിൻ ചെയ്തിട്ടാണ് സ്ട്രെയിറ്റ് കസോട്ടേക്ക് പോകുന്നത്. അപ്പം കാണാം. റോഡ് ടു മണാലി. ചിപ്സ് തീർന്നു, മതി മതി. ഇതെന്തത്? നമ്മള് മണാലിക്ക് പോകുന്ന വഴിക്ക് നിർത്തിയാണ് ഇവിടെ ദാബേല്. ഇതാണ്ടോ ദാബ ഉണ്ടോ? നമ്മൾ ആകെ ഒരു കോഫി, ഒരു ഗുലാബ് ജാമുൻ കഴിച്ചുള്ളൂ. വേറെ 130 രൂപയാണ്. കോഫി എന്റെ അല്ല, ഞാൻ ഓസി കുടിക്കുന്നത്. തടവട്ടി. നമ്മള് എടാ ഡൽഹിയിൽ നിന്ന് മണാലിക്ക് എത്ര ദൂരമുണ്ട്? 400 കിലോമീറ്റർ. 400 കിലോമീറ്ററാ? അത്രേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മളല്ലേ രാവിലെ ആകുമ്പോ അവിടെ ഈ മലയല്ലേ, ടൈം എടുക്കുന്നു. നല്ല തണുപ്പുണ്ട്. അപ്പൊ നമ്മള് സംവര അറൗണ്ട് ഒരു 100 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? 100-150 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. 12:30. കോഫി നല്ല കോഫിയാണ്, പക്ഷെ ഭയങ്കര പൈസ, മോശം. എങ്ങനെ പാവപ്പെട്ടൊരു ഫുഡ് കഴിക്കും? പട്ടിണി കിടക്കാന്നല്ലാണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് കൂടി വരുന്നുണ്ട്. അപ്പൊ ശരി.